സ്വകാര്യ അവാർഡുകൾ, സംസ്ഥാന അവാർഡ്, കേന്ദ്ര അവാർഡ് തുടങ്ങിയ അവാർഡുകളെക്കുറിച്ചിട്ടുള്ള അഴിമതികളും അതിൻ്റെ പുറകിലുള്ള കളികളെക്കുറിച്ചൊക്കെയാണ് നമ്മളിതുവരെ സംസാരിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് അഴിമതികളെ പോലെ തന്നെ ഈ അവാർഡ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കുന്ന സിനിമകളുടെ കാര്യവും ഭയങ്കര പ്രശ്നമാണ്. കാരണം അവാർഡ് ഉദ്ദേശിച്ചിട്ടുള്ള ആ രംഗത്ത് ധാരാളം കള്ളന്മാരായ ആളുകളുണ്ട്. കള്ളന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അങ്ങനെ അവാർഡിന് വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന ഒരു സംവിധായകനും നിർമ്മാതാവും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു രംഗത്തെപ്പറ്റി അവർ പറയുകയാണ്, അല്ല അത് ആ രംഗം അത് വേണ്ട, അത് അവാർഡ് കമ്മിറ്റിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതായത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല, അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഏതൊരു കമ്മിറ്റി ഉണ്ട് അത്രേ. ഇതൊക്കെ വരാൻ പോകുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാണ് മെമ്പർമാരെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എന്നാലും അവാർഡ് സ്വഭാവമുള്ള ഒരു സിനിമയ്ക്ക് ചിലതൊക്കെ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലയാളത്തിലെ അവാർഡ് സിനിമാക്കാരുടെ സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ഒരു തന്ത്രം അവർ കാണിക്കുന്നത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് സമകാലീന പ്രശ്നങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. എല്ലാം പഴയ കാര്യങ്ങളായിരിക്കും, പണ്ടത്തെ കാര്യങ്ങൾ. പീരിയഡ് സിനിമ എന്നാണ് അവരുടെ ഭാഷയിൽ അതിന് പേര്. പണ്ടത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ, പണ്ടത്തെ വിപ്ലവം, പണ്ടത്തെ ആളുകളുടെ ജീവിത രീതി, പണ്ടത്തെ സമൂഹം ഒക്കെ ഉള്ളൂ. പുതിയ കാര്യങ്ങൾ, പുതിയ രാഷ്ട്രീയ കാര്യങ്ങൾ, പുതിയ സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് നല്ലോണം പഠിക്കണം. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടക്കേടിനെ നേരിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഈ അവാർഡ് തരാതെ വന്നാലോ എന്നുള്ള ഭയം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ അടുത്ത കാലത്തുള്ള വേറൊരു ട്രെൻഡ്, ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലെ പല സിനിമകളും കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി എടുക്കുന്നതേ അല്ല. അതായത് പ്രാകൃതമായ പല കാര്യങ്ങളും തപ്പിയെടുത്ത് കേരളത്തിൽ തന്നെ ഇപ്പോഴില്ലാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാകൃതമായ മനുഷ്യരുടെ ജീവിത രീതിയൊക്കെ സിനിമയിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് കേരളം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇന്ത്യ എന്ന് വിദേശത്ത് കാണിക്കാൻ, ആ കാറ്റഗറിയിലൊക്കെ ഇങ്ങനെ അപരിഷ്കൃതമായ രാജ്യത്തെയൊക്കെ കാണിച്ചാൽ, അത് പെരുപ്പിച്ച് കാണിച്ചാൽ മറ്റ് പല സ്ഥലങ്ങളിലും ഈ സിനിമകൾക്ക് പല അവാർഡുകളും അതിൻ്റെ അവാർഡ് തുകയും നല്ലതാണത്രേ. അതിനു വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന ധാരാളം അതൊരു പുതിയ ട്രെൻഡാണ്.